നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വദേശീയവൽക്കരണം. ഒമാനിൽ വിദേശ ഇലക്ട്രീഷ്യന്മാരിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കില്ല. മിന കേളി ഫുട്ബോളിന് തുടക്കം. ഹജ്ജ് സംസ്ഥാന കമ്മിറ്റി വഴി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. 13,000 കിയ വാഹനങ്ങൾ തിരിച്ചു വിളിച്ചതായി സൗദി വാണിജ്യ മന്ത്രാലയം. ആപ്പിൾ പേ ഇനി ഒമാനിലും. നവീകരിച്ച മലബാർ ഗോൾഡ് മീന ബസാർ ഷോറൂം തുറന്നു. സൗദിയിൽ ഡ്യൂട്ടിക്കിടയിൽ കുഴഞ്ഞു വീണ് മലയാളി നഴ്സ് അന്തരിച്ചു. സ്വദേശീയവൽക്കരണം. ഒമാനിൽ വിദേശ ഇലക്ട്രീഷ്യന്മാരിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കില്ല. പുതിയ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ സ്വദേശീയവൽക്കരിച്ച് നാമ ഇലക്ട്രിസിറ്റി അറിയിച്ചു. ഒമാനി ഇലക്ട്രീഷ്യന്മാരിൽ നിന്ന് മാത്രമായിരിക്കും ഇനി അപേക്ഷകൾ സ്വീകരിക്കുക. സ്വദേശീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും കമ്പനി അറിയിച്ചു. വിദേശികളായ ഇലക്ട്രീഷ്യന്മാരിൽ നിന്നും പുതിയ വൈദ്യുതി കണക്ഷനുള്ള അപേക്ഷകൾ ഇനി സ്വീകരിക്കില്ല. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. മിന കേളി ഫുട്ബോളിന് തുടക്കം. കേളി കലാ സാംസ്കാരിക വേദി അൽഖർജ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത് മിന കേളി ഫുട്ബോൾ ടൂർണമെന്റിന് പ്രൗഢോജ്വാല തുടക്കം. അൽഖർജിലെ യമാമ ഗ്രൗണ്ടിൽ ആരംഭിച്ച ടൂർണമെന്റ് കേളി പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ഫുട്ബോൾ സംഘാടക സമിതി ചെയർമാൻ അബ്ദുൽ കലാം അധ്യക്ഷത വഹിച്ചു. സൗദി അറേബ്യയിലെ അൽ നസർ ക്ലബിന്റെ ജൂനിയർ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച മലയാളി മുഹമ്മദ് റാസിൻ മുഖ്യാതിഥി ആയിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. ഹജ്ജ് സംസ്ഥാന കമ്മിറ്റി വഴി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കൂടുതൽ സമയം അനുവദിക്കണമെന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളുടെ ആവശ്യപ്രകാരം ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാന കമ്മിറ്റി വഴി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 30 വരെയാണ് സമയം നീട്ടി നൽകിയത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സെപ്റ്റംബർ 23 വരെയായിരുന്നു നേരത്തെ നൽകിയ സമയപരിധി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ ഓൺലൈൻ വഴി ഇതുവരെ 18,835 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 12,990 പേർ ജനറൽ വിഭാഗത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ 3,768 അപേക്ഷകളും പുരുഷ തീർത്ഥാടകർ കൂടെയില്ലാത്ത വനിതകളുടെ 2,077 അപേക്ഷകളുമാണ് ലഭിച്ചത്. 65 വയസ്സിന് മുകളിലുള്ളവർക്കും വിത്തൌട്ട് മഹറം കാറ്റഗറിയിലുള്ളവർക്കും നറുക്കെടുപ്പില്ലാതെ അവസരം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മക്ക. 13,000 കിയ വാഹനങ്ങൾ തിരിച്ചു വിളിച്ചതായി സൗദി വാണിജ്യ മന്ത്രാലയം. കൺട്രോൾ യൂണിറ്റിൽ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഏകദേശം 13,000 കിയ വാഹനങ്ങൾ തിരിച്ചു വിളിച്ചതായി സൗദി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. 2010 മുതൽ 15 വരെയുള്ള ഒപ്റ്റിമ, സോൾ, സൊറന്റോ, സെറാറ്റോ, സ്പോർട്ടേജ് എന്നീ മോഡലുകളാണ് തിരിച്ചു വിളിച്ചത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. ആപ്പിൾ പേ ഇനി ഒമാനിലും. ഒമാനിലെ ബാങ്കുകൾ ആപ്പിൾ പേ ഡിജിറ്റൽ പേയ്മെന്റ് സേവനം ലഭ്യമാക്കി തുടങ്ങി. ബാങ്ക് മസ്കറ്റ്, സുഹാർ ഇന്റർനാഷണൽ, സുഹാർ ഇസ്ലാമിക്, ബാങ്ക് ദോഫോർ, NBO, ദോഫാർ ഇസ്ലാമിക് എന്നിവയാണ് ആപ്പിൾ പേ സേവനം ലഭ്യമാക്കുക. കോൺടാക്ട്ലെസ് പേയ്മെന്റ് നടത്തുന്നതിന് ഉപഭോക്താക്കൾ അവരുടെ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് പേയ്മെന്റ് ടെർമിനലിന് സമീപം പിടിച്ചാൽ മതിയാവും. ഫേസ് ID, ടച്ച് ID, പാസ്കോഡ്, OTP തുടങ്ങിയവ ഉപയോഗിച്ച് ഇടപാടുകൾ ആധികാരമാക്കിയിരിക്കുന്നതിനാൽ ആപ്പിൾ പേ തികച്ചും സുരക്ഷിതമാണെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. നവീകരിച്ച മലബാർ ഗോൾഡ് മീന ബസാർ ഷോറൂം തുറന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അൽ ഐൻ മീന ബസാർ ഷോറൂം നവീകരണം പൂർത്തിയാക്കി വീണ്ടും പ്രവർത്തനം തുടങ്ങി. മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് സീനിയർ ഡയറക്ടർ C മായൻകുട്ടി, ഹെഡ് ഓഫ് മാനുഫാക്ചറിംഗ് AK ഫൈസൽ, EM നിജാസ് എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണാഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ, അമൂല്യ രത്നാഭരണങ്ങൾ എന്നിവയിൽ വൈവിധ്യമാർന്ന ഡിസൈനുകൾ നവീകരിച്ച ഷോറൂമിൽ ലഭിക്കും. ഡെയിലി വെയർ, ഓഫീസ് വെയർ, പ്രത്യേക അവസരങ്ങൾക്കിണങ്ങുന്ന ആഭരണങ്ങൾ, ബ്രൈഡൽ കളക്ഷനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരവും ഉണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അൽ ഐൻ. സൗദിയിൽ ഡ്യൂട്ടിക്കിടയിൽ കുഴഞ്ഞു വീണ് മലയാളി നഴ്സ് അന്തരിച്ചു. സൗദിയിൽ മലയാളി നഴ്സ് അന്തരിച്ചു.
തൃശൂർ നെല്ലായി വയലൂർ ഇടശ്ശേരി ദിലീപിന്റെയും ലീന ദിലീപിന്റെയും മകൾ ഡെൽമ ദിലീപാണ് മരിച്ചത്. സൗദി അറേബ്യയിലെ മദീന മൗസലാത്ത് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് ആയിരുന്നു. ഡ്യൂട്ടിക്കിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. സംസ്കാരം പിന്നീട് സഹോദരി ഡെന്ന ആന്റണി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.